മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളാണ് സുജാത മോഹൻ. ബേബി സുജാതയായി യേശുദാസിനൊപ്പം ഗാനമേളയിൽ പാട്ടുപാടിയായിരുന്നു തുടക്കം. സിനിമയിൽ പാടിത്തുടങ്ങിയതോടെ ജീവിതം മാറുകയായിരുന്നു. അമ്മൂമ്മയായതിനു ശേഷം അത്ര സജീവമല്ല സുജാത. കൊച്ചുമകളോട് കൂടെയുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഞാൻ പാടിത്തുടങ്ങിയ കാലത്ത് അമ്മയായിരുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിരുന്നത്. പല കാര്യങ്ങളും മാറ്റിവെച്ചായിരുന്നു അമ്മ എനിക്കൊപ്പം നിന്നത്. ഇനി ശ്രേതയുടെ സമയമാണ്. അവളുടെ കുഞ്ഞിനെയും ഞാനും അമ്മയും കൂടിയാണ് നോക്കുന്നത്. ഞാനും അവളും പാടാൻ പോയാൽ കുഞ്ഞിന്റെ കാര്യം ബുദ്ധിമുട്ടാകുമെന്നും സുജാത വ്യക്തമാക്കുന്നു. അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാണ് തനിക്കിങ്ങനെ സജീവമാകാൻ കഴിയുന്നതെന്ന് ശ്രേത തുറന്നു പറഞ്ഞിരുന്നു. അമ്മ വിധികർത്താവായുള്ള റിയാലിറ്റി ഷോയിലേക്ക് ഇടയ്ക്ക് മകൾ അതിഥിയായി എത്തിയിരുന്നു. സരിഗമപ വേദിയിലെത്തിയപ്പോൾ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഇരുവരും തുറന്നു സംസാരിച്ചിരുന്നു. വീട്ടിൽ ഞങ്ങൾ നല്ല അടിയാണ്, പാട്ടിനൊന്നും അടി വരില്ല. ചില ഡ്രസ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞാണ് അടി വെക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഓപ്പണാണ്. മോളെ, ആ ഡ്രസ്സിട്ട ആൾക്കാരെന്തെങ്കിലും എന്നൊക്കെ പറയും. അമ്മ കുഴപ്പമില്ല അമ്മയെന്ന് ഞാനും പറയും. അവര് ചെറുപ്പമാണെന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്താ അമ്മേ, അമ്മുമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് ശ്രേത എന്നോട് പറയും. മൂന്നാമത്തെ ജനറേഷൻ ഇപ്പോൾ നാലാമത്തിലേക്കെത്തി. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത്, ഇവൾ എൻ്റെ അടുത്ത്, കുഞ്ഞ് അവളുടെ അടുത്ത്, അങ്ങനെ 4 ജനറേഷൻ തമ്മിലുള്ള അടിയാണ് വീട്ടിൽ. പക്ഷെ അതുപോലെ ഞങ്ങൾ ഒരു ടീമാണ്. മകളും കൊച്ചുമകളും എവിടെയെങ്കിലും പോയാൽ പിന്നെ തിരിച്ചു വന്ന് കയറുന്നതുവരെ ഉറക്കമുണ്ടാകില്ലെന്നും സുജാത പറയുന്നു. ഞാൻ കുളിച്ചിറങ്ങിയാൽ ഇങ്ങനെയിരിക്കും എന്നായിരുന്നു ശ്രേതയുടെ ചുരുണ്ട മുടിയെക്കുറിച്ച് സുജാത പറഞ്ഞത്. ഇത് എൻ്റെ മുഖം പോലെയുണ്ടല്ലോ എന്നാണ് ശ്രേത വന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. സെറ്റസൽ ചെയ്തില്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെയിരിക്കും. അമ്മ 1.5 മണിക്കൂർ എടുത്താണ് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചുരുട്ടും എന്നായിരുന്നു ശ്രേതയുടെ കമന്റ്. ഈ കുട്ടിയിൽ എവിടെയോ മ്യൂസിക് ഉണ്ടെന്ന് തുടക്കത്തിലെ തോന്നിയിരുന്നു. ഇവളിങ്ങനെ ഓരോ പേരൊക്കെ വെച്ച് പാടുമായിരുന്നു. ദാസമാവ എന്നൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ട്. ഇവൾക്ക് പാട്ടുണ്ടടി, നോക്കണേ എന്ന് ദാസേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഓടി നടന്ന് എൻ്റെ പാടി ഉയർത്തണ സമയമായിരുന്നു. ഇവളുണ്ടായിക്കഴിഞ്ഞ ഞാൻ എൻ്റെ 2ാമത്തെ മ്യൂസിക് ലൈഫ് തുടങ്ങുന്ന സമയമായിരുന്നു. നിർബന്ധിച്ച് അവളെ പാടിക്കാനോ അവളുടെ പാട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കാനോ താല്പര്യമില്ലായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കട്ടെ എന്നുണ്ടായിരുന്നുള്ളൂ. ഇവൾ പിയാനോ പഠിച്ചിരുന്നു. പാട്ടുമാഷിനെ കണ്ടാൽ തിരിഞ്ഞോടുന്ന അവസ്ഥയായിരുന്നു. ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴാണ് പാട്ടിനോട് താല്പര്യം വന്നത്. അവളുടെ പാടുന്നതിനുള്ള ക്രെഡിറ്റ് ബിന്നി കൃഷ്ണകുമാറിനാണ്. ബിന്നിയാണ് എൻ്റെ കൊച്ചിനെ പാട്ടു പഠിപ്പിച്ചത് എന്നും സുജാത പറഞ്ഞിരുന്നു. ജനിച്ചപ്പോൾ മുതൽ അമ്മയുടെ പാട്ട് കേട്ടാണ് വളർന്നതാണ് ഞാൻ. പാട്ടിലേക്ക് വന്ന സമയത്ത് അമ്മയെപ്പോലെ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇത് അമ്മയാണോ പാടിയതെന്ന് തെറ്റിദ്ധരിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ മകൾ എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അതേസമയം തന്നെ പാട്ടിൽ എൻ്റേതായ ഒരു ശൈലി വേണമെന്നും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടെന്നും ശ്രേതയും പറഞ്ഞിരുന്നു.